വലിയൊരു തട്ടിപ്പിൻ്റെ സാധ്യത. സംസ്ഥാനത്ത് കുറച്ചു കാലം മുമ്പ് വരെ കേട്ടൊരു തട്ടിപ്പ്, ഒരു പുതിയ തട്ടിപ്പ് രീതി. കൊല്ലം സ്വദേശിക്ക് നഷ്ടമായത് ഈ തട്ടിപ്പിലൂടെ 40 ലക്ഷം രൂപയാണ്. അത്രത്തോളം ആഴവും വ്യാപ്തിയുമുള്ള ഈ തട്ടിപ്പ് എന്താണെന്നല്ലേ? അതാണ്. എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ ഈ തട്ടിപ്പ് സംഘം കുരുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ റിപ്പോർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാര്യം ഇതേ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും. സൈബർ ട്രാപ്പിന്റെ പല കാണാക്കഥകൾ മലയാളി കേട്ടിട്ടുണ്ട്. പുതിയൊരെണ്ണം പാർസൽ തട്ടിപ്പ്. കഴിഞ്ഞ കുറച്ച് മാസത്തിനിടയിൽ കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. നിങ്ങൾ അയച്ച പാർസലിൽ ലഹരിമരുന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബന്ധപ്പെടൽ അക്കൗണ്ടിലെ ലക്ഷങ്ങൾ കവരും. കൊല്ലം സ്വദേശിയാണ് പരാതിക്കാരൻ. കുറച്ചു ദിവസം മുൻപ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഒരു കൊറിയർ കമ്പനിയുടെ കസ്റ്റമർ സർവീസ് സെന്ററിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തി. മുംബൈയിൽ നിന്ന് തായ്ലൻഡിലേക്ക് നിങ്ങൾ അയച്ച പാർസലിൽ 200 ഗ്രാം MDMA ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഫോണിന്റെ മറുതലക്കിൽ നിന്ന് കേട്ടപ്പോൾ കൊല്ലം സ്വദേശി ഞെട്ടി. തന്റെ അക്കൗണ്ട് നമ്പർ, ഫോൺ നമ്പർ, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കൂടി കേട്ടതോടെ ആകെ ആശങ്ക. മനസാവാച സംഭവത്തെക്കുറിച്ച് അറിയാത്ത പരാതിക്കാരൻ താനല്ല പാർസൽ അയച്ചതെന്ന് പറഞ്ഞു. കൂടാതെ പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞു. എന്നാൽ ആ ഡാർക്ക് നെറ്റ് തട്ടിപ്പ് സംഘം അടവ് മാറ്റി. മുംബൈ പോലീസിലാണ് പരാതി നൽകേണ്ടതെന്നും മുംബൈ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വിളിക്കുമെന്നും പറഞ്ഞു. മുംബൈ സൈബർ ക്രൈം സെൽ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ സ്കൈപ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വിർച്വൽ അറസ്റ്റാണെന്ന്, അതായത് ഓൺലൈനായി അറസ്റ്റ് ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തി. കൂടാതെ പുതിയൊരു ആരോപണം കൂടി. കൊല്ലം സ്വദേശിയുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് 13 സ്ഥലങ്ങളിൽ തീവ്രവാദികൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇതോടെ സത്യം തെളിയിക്കാൻ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലായി കൊല്ലം സ്വദേശി. അക്കൗണ്ടിലെ പണം നിയമവിധേയമാണോ എന്നറിയാൻ ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയറിൽ പരിശോധിക്കണമെന്നും നിയമവിധേയമാണെങ്കിൽ പണം തിരിച്ചു നൽകുമെന്നും പോലീസ് ചമഞ്ഞെത്തിയവർ പറഞ്ഞു. തുടർന്ന് തട്ടിപ്പ് സംഘം നൽകിയ അക്കൗണ്ടിലേക്ക് പരാതിക്കാരൻ 40,30,000 രൂപ ഓൺലൈനായി അയച്ചു നൽകി. ശേഷം വിളിച്ചവരുടെ ഒരനക്കവും ഇല്ലാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. നിന്ന നിപ്പിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലർ ചേർന്ന് 40 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു. കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അവസ്ഥ കൊല്ലം സ്വദേശിയായ പരാതിക്കാരന് മാത്രമല്ല, നമ്മളിൽ ആർക്കും പറ്റാം. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇതേ രീതിയിൽ തിരുവനന്തപുരം സ്വദേശിക്ക് ലക്ഷങ്ങൾ നഷ്ടമായത്. കഴിഞ്ഞില്ല. ഒരു കണക്ക് കൂടി പറയാം. സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത് 11 ഇരട്ടിയാണ്. ഹണി ട്രാപ്പും മണി ട്രാപ്പും അടക്കം പലത്. ഇതിലൊക്കെ പെട്ട് ജീവൻ നഷ്ടമാക്കിയവരും നിരവധി. ഡൽഹി, മുംബൈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു വലിയ സംഘം കേരളത്തെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നവർ ഒട്ടും വൈകരുത്. പ്രതികളിലേക്ക് പോലീസിനെത്താനുള്ള ഗോൾഡൻ അവർ കഴിയും മുൻപ് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണം. നമ്മളെ ഒരിക്കലും ബാധിക്കുന്നൊരു വിഷയമല്ല ഇതെന്ന് കരുതരുത്. ഒരു നാൾ ആ സംഘം നിങ്ങളെയും തേടി വരാം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 40 ലക്ഷം രൂപയൊക്കെ ഒരിക്കലും പരിചയമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ അവസ്ഥ? എനിക്കൊന്ന് പുറത്തേക്കൊക്കെ അറിയുന്നത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസം കിട്ടിയവരാണ്, സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണെന്നൊക്കെയാണ്. എന്നാൽ നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ അഭിപ്രായം മറ്റുള്ള സംസ്ഥാനത്തിലെ ആളുകൾക്ക് മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും പറഞ്ഞ് നടു റോഡിൽ ഇറങ്ങി നിൽക്കുക, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തട്ടിപ്പിച്ച് തരണേ, ഞാൻ കൃതാർത്ഥനായിക്കോളും. അങ്ങനെ എന്താ നാട്ടുകാരിൽ ആര് കയറി നിങ്ങളെ പരിചയങ്ങളെയും തട്ടിക്കും. അപ്പോൾ എന്തായാലും 40 ലക്ഷം രൂപയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും അത്യാവശ്യം വിവരമുള്ള ഒരാളോട് ചോദിക്കണ്ടേ? അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് കൂടുതൽ ആളുകൾ വിധേയമാകുന്നു എന്ന് പോലും നമുക്ക് സംശയിക്കാൻ ന്യായമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചോദിച്ചു. പല പേരുകളിലും രീതികളിലുമാണ് സൈബർ തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. ഓൺലൈൻ തട്ടിപ്പിൻ്റെ സാധ്യത, അതിൻ്റെ സീമയൊക്കെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തരം തട്ടിപ്പുകളെ നേരിടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമുക്ക് ജനങ്ങളുടെ ചില പ്രതികരണങ്ങൾ കേൾക്കാം അതിനെക്കുറിച്ച്. ഗവൺമെൻറ്റും ജനങ്ങളും കൂടെ സഹകരിച്ച് അതിനുവേണ്ടി മേൽക്കൊണ്ട് ഈ തട്ടിപ്പ് വരാൻ പാടില്ല. പാവപ്പെട്ട എത്രയോ ജനങ്ങളെ തട്ടിപ്പ് ഗവൺമെൻറ് തട്ടിപ്പ് നടത്തിക്കൊടുക്കണം. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നടപടി തീർച്ചയായും എടുക്കണം. അതിനെതിരെ ഗവൺമെൻറ് പ്രവർത്തിക്കുക തന്നെ വേണം. പൊതുവേ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകണം. ബാക്കിയുള്ള ഏതെങ്കിലും ഏജൻസി വഴി ഈ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇത് ഉണ്ടാകണം. ഇതിനെതിരെ നടപടി ഉണ്ടാവണം. പക്ഷേ ഏത് രീതിയിലാണെന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തത ഇല്ലല്ലോ. ഓൺലൈൻ തട്ടിപ്പ് സ്വാഭാവികമായിട്ട് ഓൺലൈൻ തട്ടിപ്പ് അത് അത്തരത്തിലുള്ള നടപടികൾ നടക്കുന്നില്ല. നടപടി തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. കാരണം എല്ലാവരും കൂടുതൽ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. കാരണം ഷോപ്പിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, ട്രാഫിക് ഇതൊക്കെ കൊണ്ട് ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. വീട്ടിൽ നമുക്ക് സാധനം എത്തുകയും ചെയ്യും, പക്ഷേ പൈസയും പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതിനിടയ്ക്ക് ജ്യോതിഷ് കുമാർ ചോദിക്കുന്നു, മേലിലെ ഉത്സവത്തിന് പോകുന്നില്ലേ?
നമ്മൾ ഉത്സവത്തിന് പോകുന്ന ഞാൻ ജീവനോട് ഇപ്പോൾ ഇവിടെ കാണുമോ. കുറേ പ്രേക്ഷകർ, ഒരു പ്രേക്ഷകൻ പറയുന്നു, അവിടെ ഫിറോസ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, ഞാൻ 24ലേക്ക് വിളിച്ചു, അപ്പോൾ ഫോൺ എടുത്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കട്ടാക്കത്തില്ല കേട്ടോ, നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടേ കട്ടാക്കൂ. അപ്പോൾ നിങ്ങളൊന്നും കൂടി വിളിക്കൂ, കാര്യം ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ ഈ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ടൊന്നുകൂടെ വിളിച്ചു നോക്കൂ.